സെലീനെ കണ്ടോളാന്ന് പറഞ്ഞു. സെലീൻഖാൻ എനിക്കാരും സെലീൻഖാൻ അറിയില്ല, ആകെ കൂടി അറിയുന്ന കമൽസാറാണ്. ഈ സെലീൻഖാനെ അന്വേഷിച്ച് ഞാൻ 3 ദിവസം നടന്നു. ലൊക്കേഷനിലാണെങ്കിൽ പൂരപ്പറമ്പിലുള്ള ആൾക്കാരുണ്ട്, കോളേജിലുള്ളവരും. ഇതിലേതാ സെലീൻഖാൻ, ഇതിലേതാ ഐശ്വര്യനൊന്നും എനിക്കറിയില്ല. 3 ദിവസം എന്നെ പിടിച്ച് സുഗീത് എന്ന് പറയുന്ന ഇന്നത്തെ സംവിധായകൻ എന്നെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. ജൂനിയർ ആർട്ടിസ്റ്റാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഏകദേശം ഈ പ്രായമുള്ളൂ. ഭാവന പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് വന്നിരിക്കുന്ന പ്രായമില്ല. ഞാൻ ചോദിച്ചിട്ടായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ പണിയുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കമൽ സാർ പറഞ്ഞിട്ട് വന്നത് എന്ന് നീ ആദ്യം പറഞ്ഞില്ലേ. അങ്ങനെ സുഗീത ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കയറി വന്നതാണ് ഞാൻ സിനിമയിൽ. പിന്നെ ഞാൻ എല്ലാ സിനിമയിലും കമൽ സാറിന്റെ അങ്ങനെ ചോദിക്കാൻ നിൽക്കാറില്ല. ഫോൺ വിളിച്ച് ചോദിച്ചാലാണല്ലോ നീ വരണ്ടെന്ന് പറയാ. തോന്നുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കയറി വരും. ഇപ്പോ 40 വർഷമായി, എനിക്ക് 43 വയസ്സായി. ഇന്നും എനിക്കത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്താണ് ഡബിങ് മിസ്സായത്. അതിനു മുന്നേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളിലും സാറുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അതായത് സൗദിനാണെങ്കിലും ആഷിഖാണെങ്കിലും സുഖേനാണെങ്കിലും ശരീരയാണെങ്കിലും ലക്ഷ്യാണെങ്കിലും സുഖേനാണെങ്കിലും ടോണിച്ചേട്ടനാണെങ്കിലും അതിലുപരി സിബിസാറാണെങ്കിലും. എനിക്ക് ആദ്യം കേസ് ഉണ്ടായതിനു ശേഷം ഞാൻ പുറത്തു വന്ന സമയത്ത് എന്നെ വെച്ച് രണ്ടാമതും പടം ചെയ്തു സിബിസാറാണ്. അന്ന് കമൽസാർ പറഞ്ഞു, സിബി നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൈനിൽ വെച്ച് തന്നെ പടം ചെയ്യുന്നു. ആ ഒരു പടം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ആ പടം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മുന്നോട്ടുള്ള യാത്ര കുറച്ച് ടഫായിരുന്നു.